എൻ്റെ കയ്യിലിതാ കുറച്ച് ചിപ്സ് ഉണ്ട് കേട്ടോ. ഇത് സാധാരണ എല്ലാവരും കഴിക്കുന്ന ചിപ്സ് തന്നെയാണ്. നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാക്കലുണ്ട്, കടയിലൊക്കെ സുലഭമായിട്ട് വാങ്ങാൻ കിട്ടുന്ന ചിപ്സാണ്. അപ്പോൾ എൻ്റെ കയ്യിലിതാ വേറൊരു തരം ചിപ്സ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ സൗണ്ട് ഞാൻ കേൾപ്പിച്ചു തരാം. കണ്ടോ? അപ്പോൾ ഇതിൻ്റെ പേരാണ് മുട്ട ചിപ്സ്. അപ്പോൾ അതൊന്ന് കഴിച്ച് നോക്കിയാലോ. നല്ല ക്രിസ്പി ആയിട്ടുള്ള ഈ ഒരു ചിപ്സ് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് നമുക്ക് നോക്കണ്ടേ. അപ്പോൾ നമ്മളെ ചിരുളി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ മുട്ട ചിപ്സ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് 2 മുട്ടയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ മുട്ടേനൊന്ന് പൊട്ടിച്ചൊഴിക്കുക. നമ്മൾ ചേർക്കാൻ പോണത് 1/2 കപ്പ് മൈദപ്പൊടിയാണ്. ഇതിലേക്ക് തന്നെ 1/2 കപ്പ് കോൺഫ്ലോർ കൂടി ചേർക്കണം കേട്ടോ. ഇത് ഞാൻ വീട്ടിൽ പൊടിച്ച കുരുമുളക് പൊടിയാണ് കേട്ടോ. നിങ്ങളെ വീട്ടിൽ വാങ്ങിയ പൊടിയാണെന്നുണ്ടെങ്കിൽ അതും ചേർക്കാം കേട്ടോ. അപ്പോൾ അത് ഒരു 2 സ്പൂൺ ചേർക്കണേ. നന്നായിട്ട് പൊടിയാവാത്ത അപ്പോൾ ഇതിങ്ങനെ ഒരു കാണാനിങ്ങനെ വേണം. കറുത്ത മണിമണികൾ ഇങ്ങനെ അതിനാണ്. നല്ല നാടൻ മഞ്ഞപ്പൊടി ഒരു 1/4 ടീസ്പൂൺ. ഒരു 3 അല്ലി വെളുത്തുള്ളി നല്ലോണം പേസ്റ്റ് ആക്കിയതാണ്, അത് ചേർത്തു. നമ്മൾ വീട്ടിൽ പൊടിച്ച ഗരം മസാല കേട്ടോ, അതൊരു ഇത്തിരി ചേർത്തു. ഇപ്പോൾ ഗരം മസാല എങ്ങനെ നമ്മളെ വീട്ടിലുണ്ടാക്കാന്നുള്ളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഞങ്ങൾ. അപ്പോൾ അത് കാണാത്തവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കാണണം കേട്ടോ. ഇനി ഇതിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കണേ. ഇതെല്ലാം കൂടി ഒന്ന് നമുക്ക് നല്ലോണം മിക്സ് ചെയ്യണം കേട്ടോ. ഇതിക്ക് കുറച്ച് വെള്ളം കൂടി ചേർക്കണം കേട്ടോ. കട്ടയൊന്നും ഇല്ലാതെ വെള്ളം ഇടയ്ക്കിടയ്ക്ക് ചേർത്ത് ഇങ്ങനെ കുഴക്കണേ. അപ്പം നമ്മളിത് നല്ലോണം മിക്സ് ചെയ്തില്ലേ. നിങ്ങൾക്ക് ഇതിൻ്റെ പരുവം കാണിച്ചു തരാം കേട്ടോ. അതുണ്ടോ, നമ്മളിങ്ങനെ ഒഴിക്കുമ്പോൾ ഇങ്ങനെ ഒഴുകി പോണ രീതിയിലുള്ള ആ ഒരു വെള്ളത്തിൻ്റെ ഒരു അളവാണ് കേട്ടോ അതിൽ വേണ്ടത്. വെള്ളം കൂടിയെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ലേശം പൊടിയും കൂടി ഇട്ട് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ. ഇനി അതിലേക്ക് ചേർക്കാൻ വേണം എന്താ വെച്ചാൽ ഒരു 5-6 ഐസ് ക്യൂബാണ്. അപ്പോൾ ഈ ഒരു കൂട്ട് നമുക്ക് ഒരു 10 മിനിറ്റ് നേരം ഇവിടെ മാറ്റി വയ്ക്കാം. ഇപ്പോൾ ഐസ് ക്യൂബ് കൂടി ഇട്ടപ്പോൾ കണ്ടില്ലേ ഇതിൻ്റെ ഈ ഒരു പരുവം നമുക്കിങ്ങനെ ഒഴിച്ചെടുക്കാനുള്ള ഒരു സംഭവമാണ് കേട്ടത്. അതിനാണ് ഞാൻ ഇത്ര ലൂസാക്കിയത്. ഇപ്പം മുട്ട ചിപ്സ് ഉണ്ടാക്കുന്നത് വെളിച്ചെണ്ണയിൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഈ ചൂടായ പാനിലേക്ക് നമ്മളിതാ വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുത്തു. അപ്പോൾ നമ്മൾ ഈ പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചല്ലോ. അപ്പോൾ ആദ്യം നല്ല ഹൈ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഈ ഒരു എണ്ണ ചൂടാക്കി എടുക്കാൻ കേട്ടോ. എന്നിട്ട് നമ്മളത് ഫ്ലെയിം കുറച്ച് താഴ്ത്തി കൊടുക്കണം. എന്നിട്ട് ഈ സംഭവം ഉണ്ടാക്കിയെടുക്കുക, അതായത് നമ്മളെ മുട്ട ചിപ്സ്. എന്നാലാണ് അതിൻ്റെ കറക്റ്റ് വേവാവുള്ളൂ. അപ്പോൾ വെളിച്ചെണ്ണ നല്ലോണം ചൂടായി. ഇനി ഒന്ന് ഫ്ലെയിം താത്തി കൊടുക്കുക. ഇനി ചിപ്സ് വേഗം തന്നെ പൊരിച്ചെടുക്കുക. ഇങ്ങനെ കോരി ഒഴിച്ചിട്ട് വേണം കേട്ടോ ഉണ്ടാക്കാൻ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ. അപ്പോൾ ഇതുപോലത്തെ വലിയ പാനൊക്കെ ആണെങ്കിൽ ഒരേ സമയത്ത് തന്നെ കുറേ എണ്ണം ഉണ്ടാക്കാം. അപ്പോൾ ഇതാ ഏകദേശമൊക്കെ ചുവന്ന് വന്നിട്ടില്ലേ. ഇനി നമുക്ക് ഇത് ഓരോന്നോരോന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മളെ മുട്ട ചിപ്സ് അടിപൊളി ഗംഭീരമായിട്ട് തന്നെ വന്നിട്ടുണ്ട്. നമുക്ക് വേഗം തന്നെ ഇത് വാങ്ങാം. അപ്പോൾ ഇതാ അടുത്ത ട്രിപ്പ് ഒഴിക്കുകയാണ്. ഒരു ഭാഗം റെഡിയായി, വേഗം മറിച്ച് വയ്ക്കുക. പിന്നെ മനുവാ ഇതിന് പ്രത്യേക ഒരു ആകൃതിയൊന്നും ഉണ്ടാവില്ല കേട്ടോ. ചിലതൊക്കെ ഒരു അമീബേൻ്റെ ലുക്കൊക്കെ ഉണ്ടല്ലേ. പക്ഷെ കഴിക്കാൻ ഭയങ്കര രസമാണ്. അപ്പോൾ അതാ ഈ ചിപ്സ് റെഡി ആയിട്ടുണ്ട്. ഇതും വേഗം എടുക്കുക. അപ്പോൾ നമ്മളെ മുട്ട ചിപ്സ് ഇതാ ഈ ഒരു പാത്രം നിറയെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ടേസ്റ്റ് ചെയ്യാനായിട്ട് ഇന്ന് ഞാനും മനും മാത്രമല്ല, നമ്മളെ വീടിൻ്റെ തൊട്ടടുത്ത വീട്ടിലത്തെ 2-3 ഗസ്റ്റുകളാണ് നമുക്കെന്നുള്ളത്. ഇവരെ ഈ വീഡിയോയിലൊന്നും ആരും ഇതുവരെ കണ്ടിട്ടുണ്ടാവില്ല. ഇവർ ആദ്യമായിട്ട് നിൽക്കുകയാണേ. അപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമുണ്ട് അല്ലേ. അപ്പം നമുക്ക് കഴിച്ചു നോക്കല്ലേ. എന്നാൽ കഴിച്ചു നോക്കുക. നീനുകുട്ടിയെ എന്താ ഒന്നും പറയാത്തേ? പേരെന്തേന്നൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്ത എല്ലാവർക്കും. പറയ് അന്നു, പറയ്. മോനു, നിന്നു. അപ്പൊ എന്നാ കഴിക്കാം നമുക്ക്. സംഗതി കാണാനൊക്കെ ഒരു നിങ്ങള് നേരത്തെ പറഞ്ഞ പോലെ അമീബേനെ പോലെയൊക്കെ ഉണ്ടെങ്കിൽ സൗണ്ട് അല്ലേ. എന്തൊന്നും പറയാത്ത സംഗതി രസമുണ്ട്. മോനാ എങ്ങനെയുണ്ട്?
ഇഷ്ടപ്പെട്ടോ? എന്ത് രസമായിനോ? ഇത് കഴിച്ചിട്ടുണ്ടോ? ഇതിൻ്റെ മുന്നേ കഴിച്ചിട്ടുണ്ടോ അങ്ങനെ? ഇല്ലല്ലോ. കുട്ടിക്ക് ഇഷ്ടമായോ? ഇന്നെങ്ങനെ കാണിക്കുക? ഇഷ്ടമായി എന്നെങ്ങനെ കാണിക്കല്? ശരിക്കും കാണിച്ചെടുക്ക്. ഈ ശബരിമല അതേപോലെ ഗുരുവായൂര് അതേപോലെ തന്നെ ഉത്സവത്തിനൊക്കെ പോകുമ്പോ അവിടെ ഈ പൊരിയൊക്കെ അതേപോലെ പൊരിക്കട ഉണ്ടാവും. അവിടെ ഇതിന്റെ വേറെ വേറെ സാധനങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇതല്ല, പക്ഷെ വേറെ കൊറേ എന്താ ഇതേപോലത്തെ സാധനങ്ങൾ ഉണ്ടാവുമല്ലോ, അങ്ങനെ അച്ചപ്പം, പിന്നെ റൗണ്ടിലൊക്കെ ഉണ്ടാക്കി വെച്ച കൊറേ സാധനങ്ങൾ, അതിന്ന് അതേപോലത്തെ ഒരു ലെവലായിട്ട് എനിക്ക് തോന്നി. അത് അങ്ങനെ കറുമുറന്ന് പറഞ്ഞിട്ട് അന്നുവിന്റെ കയ്യിന് ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിട്ട് അതാണ് ഉള്ള ഇടത്തെ കൈ കൊണ്ട് കഴിക്കണേ. പന്ത് കളിച്ചതാ, രണ്ടാളും കൂടി പന്ത് കളിച്ച തൊളിത്താ എടുത്തിട്ടോ, എടുത്തോളി പിടിക്ക്. അപ്പം സംഗതിക്ക് ഇഷ്ടപ്പെട്ടു. കട്ടൻ ചായ കൂടി വേണേന്നു. കട്ടൻ ചായ കൂടി വേണേന്നു അല്ലേ? നമുക്ക് ഉണ്ടാക്കാം. കാരണം കട്ടൻ ചായക്കൊക്കെ പൊളിക്കും സാധനം. കാരണം ഇവരെ ഇനിയും വെയിറ്റ് ചെയ്യിപ്പിക്കാനാവില്ല. ചായയും കൂടി ഉണ്ടാക്കാനും കൂടി നിൽക്കുമ്പോഴേക്ക് ആകെ ഇവർക്ക് ആകെ ഇതായിപ്പോവും. കുഴപ്പമില്ല. അപ്പൊ കുട്ടികൾക്ക് പിടിക്കാം. എന്തായാലും വ്യത്യസ്തമായിട്ടുള്ള ഒരു സംഭവം തന്നെയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. എന്തായാലും വീട്ടിലെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. സിമ്പിളാണ്. ഇനിയിപ്പോൾ ഞാൻ എടുത്ത അതേ അളവുകൾ നിങ്ങൾക്ക് ഇല്ലാന്നുണ്ടെങ്കിൽ, അതായത് ഞാൻ അര കപ്പൊക്കെയാണല്ലോ മൈദയും കോൺഫ്ലവറൊക്കെ എടുത്തേ. അപ്പോൾ കുറച്ചും കൂടി അത് കണ്ടപ്പോൾ അത്ര കൂടുതൽ ഉണ്ടാക്കാൻ പറ്റുമെന്ന് അറിയില്ലെന്ന്. പക്ഷെ ഇത് ഇപ്പോൾ ഉണ്ടാക്കി വന്നപ്പോൾ ഒരുപാട്. അത് ചിപ്സ് എന്ന് പറഞ്ഞാൽ തന്നെ എങ്ങനെയാണല്ലോ, അങ്ങനെ നൈസായിട്ടുള്ള ഉണ്ടാവില്ലേ ഇതേപോലത്തെ ഇങ്ങനെ. അപ്പോൾ കൂടുതലായിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ കഴിച്ചോളി. ഞാൻ എൻ്റെ കാര്യത്തിൽ കിടന്നാലോ? എന്തായാലും ഇഷ്ടപ്പെട്ടു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അതെ, ഞാൻ പറയട്ടെ. അപ്പോൾ എല്ലാവർക്കും ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പോലെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടമായി ഉണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അങ്ങനെ നമ്മളൊരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ ചാനൽ ചീരുള്ളി മീഡിയ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. തൊട്ടടുത്ത് കാണുന്ന ഒരു ബെല്ലൈക്കൺ ഒന്ന് തൊട്ടെടുക്കുക. എന്നാലാണ് നമ്മളിരുന്ന നല്ല നല്ല വ്യത്യസ്തമായിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ അങ്ങനെ ലഭിക്കുള്ളൂ. അതുപോലെ ഫേസ്ബുക്കിലാണ് നമ്മളെ വീഡിയോ കണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ പേജും കൂടി ഒന്ന് ലൈക്ക് ചെയ്യാം. അപ്പോൾ നല്ല വ്യത്യസ്തമായിട്ടുള്ള വീഡിയോസായിട്ട് ഞാൻ വീണ്ടും വരും. അതുവരേക്കും എല്ലാവർക്കും ടാറ്റ. ഒരു ടാറ്റ എടുത്താണ് എല്ലാവരും. ടാറ്റ എടുക്കും കുഞ്ഞേ. ഇതിൽ മധുരം കൂട്ടാൻ പറ്റും നമുക്ക്. എനിക്ക് മധുരമൊക്കെ നല്ല ഇഷ്ടമായതുകൊണ്ട് മധുരം ചേർക്കാന്ന് പറയുമ്പോൾ അപ്പോൾ ഇടയ്ക്ക് ഒരു മധുരത്തിൻ്റെ ചോയും കൂടി വരുന്ന രീതിയിൽ. അപ്പോൾ കുരുമുളക് ഒഴിവാക്കിയതിന് ശേഷം പഞ്ചസാര പൊടിച്ച് ചേർക്കാം ആ മിക്സിൽ. പക്ഷെ അതിൽ കുരുമുളക് കൂടി ഉണ്ടായാലും രസം ഉണ്ടാവില്ലേ? ഒരു മധുരവും ഒരു വേറെ ടേസ്റ്റ് വരും. ആ ഒരു വ്യത്യസ്തമായിട്ടുള്ള സാധനമാണ് കഴിച്ചത്. പക്ഷേ ഇപ്പൊ ഇങ്ങനെയുള്ള അത് വേറെ ടേസ്റ്റ് തന്നെയാണ്. പക്ഷെ ഞാൻ എൻ്റെ പേഴ്സണലായിട്ട് എനിക്ക് മധുരം ഇഷ്ടമാണ്. അതാണ് ഞാൻ മധുരപ്രിയനാണ്. അതെ. അപ്പോൾ മധുരം ചേർക്കാനുണ്ടെങ്കിൽ ഒരു വേറൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു ടേസ്റ്റ് ആവുമല്ലോ, വ്യത്യസ്തമായിട്ടുള്ളൊരു സംഭവമല്ലോ. അതാണ് ഞാൻ അങ്ങനെ ചോദിച്ചത്. അപ്പോൾ അങ്ങനെ മധുരം ചേർത്തിട്ട് ആർക്കെങ്കിലും ഉണ്ടാക്കി നോക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ വീട്ടിലൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അതിൻ്റെ ഒരു അഭിപ്രായം നമ്മൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് എഴുതി അറിയിക്കണേ. എങ്ങനെയുണ്ട് എന്നുള്ളത്. അതാണോ ഇതാണോ ടേസ്റ്റ് എന്നുള്ളതും കൂടി. അപ്പോൾ ഇതിപ്പോൾ ചിപ്സായിട്ട് നമുക്ക് എങ്ങനെ ഇപ്പോൾ ഇത് താരതമ്യപ്പെടുത്താം. ചിപ്സ് എന്ന് പറഞ്ഞാൽ കോമൺ ആയിട്ട് എല്ലാവരും കഴിക്കുന്നൊരു സംഭവമാണ്. പിന്നെ ചില ആൾക്കാരൊക്കെ ഉണ്ടാക്കി നോക്കുന്നുണ്ടാവും. പിന്നെ പൊതുവെ എല്ലാ കടകളിലും വാങ്ങാൻ കിട്ടും ചെയ്യും. പക്ഷെ ഇത് അങ്ങനെയൊന്നും കിട്ടൂല. ഇത് കടകളിലൊന്നും എനിക്കറിയില്ല, കിട്ടുമോന്ന് എനിക്കറിയില്ല. മിക്കവാറും കിട്ടലുണ്ടാവൂല. അപ്പൊ കടകളിലൊന്നും കിട്ടാത്ത സ്ഥിതിക്ക് നമ്മളിത് വീട്ടിൽ തന്നെ ഉണ്ടാക്കി ടേസ്റ്റ് ചെയ്ത് നോക്കണം. എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. അത്രേ ഉള്ളൂ.